75ാം റിപ്പബ്ലിക് ദിനാഘോഷത്തിനൊരുങ്ങി രാജ്യം. ജില്ലാതല റിപ്പബ്ലിക് ദിനാഘോഷ പരിപാടികൾ തേക്കിൻകാട് മൈതാനിയിൽ നടക്കും. കൊടുങ്ങല്ലൂർ ഡിവൈഎസ്പി സലീഷൻ ശങ്കരന് സുസ്ഥിര സേവനത്തിനുള്ള രാഷ്ട്രപതിയുടെ പോലീസ് മെഡൽ. ശ്രീരാമനെക്കുറിച്ചുള്ള MLA P. ബാലചന്ദ്രന്റെ ഫേസ്ബുക്ക് പോസ്റ്റ് വിവാദമായി. മണിക്കൂറുകൾക്കകം പോസ്റ്റ് പിൻവലിച്ച MLAയുടെ പ്രസ്താവന പാർട്ടി നിലപാടില്ലെന്ന് CPI ജില്ലാ സെക്രട്ടറി KK വത്സരാജ്. MLAയുടെ തൃശൂരിലെ ഓഫീസിലേക്ക് BJP പ്രവർത്തകർ നടത്തിയ മാർച്ചിൽ സംഘർഷം. ഹൈറിച്ച് ഓൺലൈൻ ഷോപ്പിംഗ് തട്ടിപ്പ്. ഉടമകളുടെ 203 കോടി രൂപയുടെ സ്വത്ത് മരവിപ്പിച്ചു. പ്രതികളുടെ മുൻകൂർ ജാമ്യാപേക്ഷ പരിഗണിക്കുന്നത് 30ലേക്ക് മാറ്റി. പട്ടിക്കാട് ഫോറസ്റ്റ് സ്റ്റേഷനിലെ വാച്ചറെയും വനിതാ തൊഴിലാളികൾക്കും നേരെ കാട്ടാനയുടെ പരാക്രമം. വാച്ചർ രക്ഷപ്പെട്ടത് തലനാരിഴയ്ക്ക്. ചിതറിയോടുന്നതിനിടെ തൊഴിലാളികൾക്ക് വീണ് പരിക്കേറ്റു. റേഷൻ കാർഡിൽ കൃത്രിമം കാണിച്ച് എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ച് വഴി ജോലി നേടി സർക്കാരിനെ വഞ്ചിച്ച സംഭവത്തിൽ 4 പേർക്കെതിരെ കുന്നംകുളം പോലീസ് കേസെടുത്തു. അറസ്റ്റിലായത് കുന്നംകുളം തിരുവനന്തപുരം സ്വദേശികൾ. വിശദമായ വാർത്തകളിലേക്ക്. 75ാം റിപ്പബ്ലിക് ദിനം നാളെ ആഘോഷിക്കും. ജില്ലാതല റിപ്പബ്ലിക് ദിന ആഘോഷ പരിപാടികൾ തൃശൂർ തേക്കിൻകാട് മൈതാനിയിലെ വിദ്യാർത്ഥി കോർണറിൽ നടക്കും. രാവിലെ 9-ന് മന്ത്രി K. രാധാകൃഷ്ണൻ ദേശീയ പതാക ഉയർത്തി അഭിവാദ്യം സ്വീകരിക്കും. വിവിധ സേനാ വിഭാഗങ്ങളുടെ മാർച്ച് പാസ്റ്റ് നടക്കും. പോലീസ്, എക്സൈസ്, ഫയർ ആൻഡ് റെസ്ക്യൂ, ഫോറസ്റ്റ്, NCC, സ്റ്റുഡന്റ് പോലീസ് കേഡറ്റുകൾ ഉൾപ്പെടെ പരേഡിൽ അണിനിരക്കും. രാഷ്ട്രപതിയുടെ പോലീസ് മെഡലിന് കൊടുങ്ങല്ലൂർ ഡിവൈഎസ്പി സലീഷൻ ശങ്കരൻ അർഹനായി. സുസ്ഥിര സേവനത്തിനുള്ള മെഡലിന് സലീഷൻ ശങ്കരൻ ഉൾപ്പെടെ കേരളത്തിൽ നിന്നുള്ള 11 പേർ അർഹരായിട്ടുണ്ട്. രാജ്യത്താകെ 1132 പേർക്കാണ് പുരസ്കാരം. 1998-ൽ പോലീസ് കോൺസ്റ്റബിളായി KAP 2ാം ബറ്റാലിയനിൽ സേവനം ആരംഭിച്ച സലീഷൻ ശങ്കരൻ 2003-ൽ PSC വഴി സബ് ഇൻസ്പെക്ടറായി ചുമതലയേറ്റു. 2010-ൽ സർക്കിൾ ഇൻസ്പെക്ടറായി സ്ഥാനക്കയറ്റം ലഭിച്ചു. 11 വർഷത്തെ സേവനത്തിന് ശേഷം 2021-ൽ ഡെപ്യൂട്ടി പോലീസ് സൂപ്രണ്ടായി പ്രമോഷനായി. ഇതുവരെയുള്ള സർവീസ് കാലയളവിൽ 128 ഗുഡ് സർവീസ് എൻട്രിയും 2013-ൽ സുസ്ഥിര സേവനത്തിന് മുഖ്യമന്ത്രിയുടെ മെഡലും 2016-ൽ കുറ്റാന്വേഷണ മികവിന് DGPയുടെ ബാഡ്ജ് ഓഫ് ഓണറും ഇദ്ദേഹത്തിന് ലഭിച്ചിട്ടുണ്ട്. ന്യൂഡൽഹിയിൽ നടക്കുന്ന റിപ്പബ്ലിക് ദിന പരേഡിൽ കേന്ദ്ര സർക്കാരിന്റെ പ്രത്യേക ക്ഷണിതാവായി തൃശൂർ സ്വദേശിനി മാറ്റാമ്പുറം സ്വദേശിനിയും അയ്യന്തോൾ ആയുഷ് ഹെൽത്ത് ആൻഡ് വെൽനസ് സെന്ററിലെ യോഗ ഇൻസ്ട്രക്ടറുമായ RK രേവതിക്കാണ് പരേഡിൽ പങ്കെടുക്കാൻ അവസരം ലഭിച്ചത്. യോഗ ഫെഡറേഷൻ ഓഫ് ഇന്ത്യയുടെ ദേശീയതല മത്സരത്തിൽ തുടർച്ചയായ ജേതാവാണ് രേവതി. ശ്രീരാമനെക്കുറിച്ചുള്ള MLA P. ബാലചന്ദ്രന്റെ ഫേസ്ബുക്ക് പോസ്റ്റ് വിവാദമായി. ബുധനാഴ്ച രാത്രിയിലാണ് ഹൈന്ദവ വിശ്വാസികൾ അവഹേളിച്ച MLA പോസ്റ്റിട്ടത്. എന്നാൽ പോസ്റ്റിട്ട് മണിക്കൂറുകൾക്കകം MLA ഫേസ്ബുക്ക് പോസ്റ്റ് പിൻവലിച്ചു. താൻ പണ്ടെഴുതിയ കഥകളിലെ ഒരു കഥ സ്ക്രോൾ ചെയ്തപ്പോൾ ഫേസ്ബുക്കിൽ പോസ്റ്റ് ആയതാണെന്നും MLA പറഞ്ഞു. സുഹൃത്തുക്കളുടെ നിർദ്ദേശപ്രകാരം താൻ പോസ്റ്റ് പിൻവലിച്ചെന്നും വിശ്വാസികളെ വേദനിപ്പിച്ചെങ്കിൽ നിർവ്യാജം ഖേദം പ്രകടിപ്പിക്കുന്നതായും MLA പറഞ്ഞു. അതേസമയം MLAയുടെ ഫേസ്ബുക്ക് പോസ്റ്റിനെതിരെ BJPയും വിവിധ ഹൈന്ദവ സംഘടനകളും പ്രതിഷേധവുമായി രംഗത്തെത്തി. രാമായണത്തെയും ശ്രീരാമനെയും ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ വികൃതമായി വിമർശിച്ച് ഹൈന്ദവ വിശ്വാസികളെ അപമാനിച്ച P. ബാലചന്ദ്രൻ MLA രാജിവെക്കണമെന്നാവശ്യപ്പെട്ട് BJP നടത്തിയ MLA ഓഫീസ് മാർച്ചിൽ സംഘർഷം. പോലീസ് ജലപീരങ്കി പ്രയോഗിച്ചു. BJP ഓഫീസിൽ നിന്ന് ആരംഭിച്ച മാർച്ച് സ്വരാജ് റൗണ്ട് ചുറ്റി MLA ഓഫീസിന് സമീപം എത്തിയപ്പോൾ ചെമ്പോട്ടിൽ ലൈനിൽ ബാരിക്കേഡ് വെച്ച് പോലീസ് തടഞ്ഞു. തുടർന്ന് BJP പ്രവർത്തകർ രൂക്ഷമായ പ്രതിഷേധ മുദ്രാവാക്യം വിളികളോടെ ബാരിക്കേഡ് മറിച്ചിടാൻ ശ്രമിച്ചപ്പോൾ ജലപീരങ്കി പ്രയോഗിക്കുകയായിരുന്നു. എന്നാൽ ജലപീരങ്കിയിൽ നിന്ന് പ്രവർത്തകരുടെ നേരെ വെള്ളം ചീറ്റുന്നതിനു പകരം ആകാശത്തേക്ക് വെള്ളം ചീറ്റിയത് പ്രവർത്തകരിലും കാണികളിലും ഒരുപോലെ ചിരി പടർത്തി. ഇതോടെ സംഘർഷാന്തരീക്ഷത്തിന് അയവ് വന്നു. തുടർന്ന് BJP ജില്ലാ പ്രഭാരി V. ഉണ്ണികൃഷ്ണൻ മാർച്ച് ഉദ്ഘാടനം ചെയ്തു. ഹൈന്ദവ വിശ്വാസത്തെ അവഹേളിക്കാനുള്ള ശ്രമങ്ങൾ ശക്തമായി പ്രതിരോധിക്കുമെന്നും ഹൈന്ദവ സമൂഹം ഇതിന് ബാലറ്റിലൂടെ ചുട്ട മറുപടി നൽകുമെന്നും ഉണ്ണികൃഷ്ണൻ മാസ്റ്റർ പറഞ്ഞു. മതവിശ്വാസത്തെ അവഹേളിച്ചുകൊണ്ട് സത്യപ്രതിജ്ഞാ ലംഘനം നടത്തിയ P. ബാലചന്ദ്രൻ MLAയെ പുറത്താക്കാൻ CPI തയ്യാറാകണമെന്ന് BJP ജില്ലാ പ്രസിഡന്റ് അഡ്വക്കേറ്റ് KK അനീഷ് കുമാർ ആവശ്യപ്പെട്ടു. തുടർന്ന് പ്രവർത്തകർ P. ബാലചന്ദ്രൻ MLAയുടെ കോലം കത്തിച്ചു. BJP നേതാക്കളായ ബിജോയ് തോമസ്, ജസ്റ്റിൻ ജേക്കബ്, രഘുനാഥ് സി മേനോൻ തുടങ്ങിയവർ നേതൃത്വം നൽകി. മാർച്ചിന്റെ പശ്ചാത്തലത്തിൽ ACP KK സജീവന്റെ നേതൃത്വത്തിൽ പോലീസ് സുശക്തമായ സുരക്ഷാ സന്നാഹം ഒരുക്കിയിരുന്നു. TCV ന്യൂസ്, തൃശൂർ.
പി ബാലചന്ദ്രൻ എംഎൽഎക്കെതിരെ ബി.ജെ.പി. ജില്ലാ പ്രസിഡന്റ് അഡ്വക്കേറ്റ് കെ അനീഷ് കുമാർ കമ്മീഷണർക്ക് പരാതി നൽകി. ശ്രീരാമനെയും ഹിന്ദു സമൂഹത്തെയും അധിക്ഷേപിച്ച എംഎൽഎക്കെതിരെ മതവികാരം വ്രണപ്പെടുത്തിയതിന് കേസെടുക്കണമെന്ന് ആവശ്യം. ഫേസ്ബുക്കിൽ നൽകിയ പോസ്റ്റിലൂടെ മതസ്പർദ്ധ ഉണ്ടാക്കാൻ ശ്രമിക്കുകയും കലാപമുണ്ടാക്കി ക്രമസമാധാനം തകർക്കാൻ ശ്രമിച്ചതായും പരാതിയിൽ പറയുന്നു. ശ്രീരാമനെയും ഹൈന്ദവ സമൂഹത്തെയും അവഹേളിച്ച് ഫേസ്ബുക്ക് പോസ്റ്റിട്ട പി ബാലചന്ദ്രൻ എംഎൽഎ തൽസ്ഥാനം രാജിവെക്കണമെന്ന് ബി.ജെ.പി. സംസ്ഥാന സെക്രട്ടറി എ നാഗേഷ് ആവശ്യപ്പെട്ടു. കോടിക്കണക്കിന് ആളുകളുടെ ആരാധനാമൂർത്തിയായ ശ്രീരാമനെ അവഹേളിച്ച് പോസ്റ്റിട്ട എംഎൽഎക്കെതിരെ ജാമ്യമില്ലാ വകുപ്പ് ചുമത്തി കലാപാഹ്വാനത്തിന് കേസെടുക്കണം. CPI നേതൃത്വം തങ്ങളുടെ നയം വ്യക്തമാക്കണമെന്നും ഹൈന്ദവ സമൂഹത്തോട് ബാലചന്ദ്രൻ മാപ്പ് പറയണമെന്നും നാഗേഷ് ആവശ്യപ്പെട്ടു. വളരെ ആക്ഷേപകരമായ രീതിയിൽ കോടിക്കണക്കിന് ഹൈന്ദവ വിശ്വാസികളുടെ ആരാധനാപാത്രമായിട്ടുള്ള ശ്രീരാമചന്ദ്രനെയും സീതാദേവിയെയും ലക്ഷ്മണ ഭഗവാനെയും വളരെ മോശമായി പരാമർശിച്ച ബാലചന്ദ്രൻ MLA സ്ഥാനം രാജിവെക്കാൻ തയ്യാറാകും. അദ്ദേഹത്തിനെതിരെ ജാമ്യമില്ലാ വകുപ്പ് ചുമത്തിക്കൊണ്ട് കലാപശ്രമത്തിനുള്ള കേസെടുക്കാൻ അധികാരികൾ തയ്യാറാകണമെന്ന് BJP ആവശ്യപ്പെടുന്നു. ഏറ്റവും നിന്ദ്യമായ രീതിയിലാണ് അദ്ദേഹം ഇന്ന് ഇന്ത്യ മഹാരാജ്യം ലോകം തന്നെ അയോധ്യയിലെ പ്രാണപ്രതിഷ്ഠയ്ക്ക് ശേഷം അതിനെ എല്ലാ വിശ്വാസികളും ഏറ്റെടുത്ത സമയത്ത് ഏറ്റവും മ്ലേച്ഛമായ രീതിയിൽ തൃശ്ശൂരിൻ്റെ MLA എന്തുകൊണ്ടാണ് ഇങ്ങനെ ഒരു പ്രസ്താവന കുറിപ്പ് എഴുതാൻ കാരണമെന്ന് CPIയുടെ നേതൃത്വം വ്യക്തമാക്കാൻ തയ്യാറാകണം. ബാലചന്ദ്രൻ ഹൈന്ദവ സമൂഹത്തോട് മാപ്പ് പറയാൻ തയ്യാറാകണമെന്ന് ഭാരതീയ ജനതാ പാർട്ടി ആവശ്യപ്പെടുന്നു. പി ബാലചന്ദ്രൻ എംഎൽഎ ഫേസ്ബുക്ക് പോസ്റ്റിൽ രാമായണത്തെയും ശ്രീരാമനെയും സീതയെയും എല്ലാം ബന്ധിപ്പിച്ചെഴുതിയ അഭിപ്രായം തികച്ചും തെറ്റാണെന്നും അത് പാർട്ടി നിലപാടല്ലെന്നും CPI തൃശൂർ ജില്ലാ സെക്രട്ടറി കെ വത്സരാജ്. ഇത്തരത്തിലൊരു അഭിപ്രായം CPIക്കോ LDFനോ ഇല്ല. എല്ലാ മതവിശ്വാസങ്ങളെയും ആദരിക്കുകയും വിശ്വാസികളെയും വിശ്വാസമില്ലാത്തവരെയും ഒരുപോലെ കാണുകയും ചെയ്യുന്ന വിശാലമായ കാഴ്ചപ്പാടാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കുള്ളത്. വിശ്വാസികൾക്കുണ്ടായ പ്രയാസത്തിൽ CPI ആത്മാർത്ഥമായ ഖേദം പ്രകടിപ്പിക്കുന്നതായും കെ വത്സരാജ് പ്രസ്താവനയിൽ അറിയിച്ചു. ഹൈന്ദവ ദൈവങ്ങളെ അവഹേളിച്ച പി ബാലചന്ദ്രൻ എംഎൽഎക്കെതിരെ നടപടിയെടുക്കണമെന്നാവശ്യപ്പെട്ട പോലീസിൽ പരാതി. മതവികാരം വ്രണപ്പെടുത്തിയതിനും ക്രമസമാധാനം തകർക്കാൻ ശ്രമിച്ചതിനും എംഎൽഎക്കെതിരെ കേസെടുക്കണമെന്നാവശ്യപ്പെട്ട് BJP ജില്ലാ പ്രസിഡന്റ് സിറ്റി പോലീസ് കമ്മീഷണർക്ക് പരാതി നൽകിയതിന് പുറമെയാണ് മറ്റ് പരാതികൾ. BJP 16-ാം ഡിവിഷനിലെ പ്രവർത്തകരായ വിനു പടിഞ്ഞാറോട്ട്, സന്തോഷ് വല്ലത്തുപറമ്പിൽ, നിക്സൺ നീലങ്കാവിൽ എന്നിവർ മണ്ണുത്തി പോലീസിൽ പരാതി നൽകി. ഹൈറിച്ച് ഓൺലൈൻ ഷോപ്പി ഉടമകളുടെ 203 കോടി രൂപയുടെ സ്വത്ത് മരവിപ്പിച്ചു. ഹൈറിച്ച് ഓൺലൈൻ ഷോപ്പിയുടെ മറവിൽ നടന്ന തട്ടിപ്പിൽ EDയും അന്വേഷണം ആരംഭിച്ചതിന് പിന്നാലെയാണ് നടപടി. അതേസമയം ED കേസിൽ അറസ്റ്റിലേക്ക് നീങ്ങിയേക്കുമെന്ന സാഹചര്യത്തിൽ ഹൈറിച്ച് ഉടമകളായ KD പ്രതാപനും ഭാര്യ ഷീന പ്രതാപനും മുൻകൂർ ജാമ്യം തേടി കോടതിയെ സമീപിച്ചിട്ടുണ്ട്. ഓൺലൈൻ ഷോപ്പിംഗ് ഉൾപ്പെടെയുള്ള ബിസിനസ്സുകളുടെ മറവിൽ ഹൈറിച്ച് കമ്പനി 1630 കോടി രൂപയുടെ തട്ടിപ്പ് നടത്തിയെന്നായിരുന്നു പോലീസ് റിപ്പോർട്ട്. കമ്പനി 126 കോടി രൂപയുടെ നികുതി വെട്ടിപ്പ് നടത്തിയതായി GST വകുപ്പും കണ്ടെത്തിയിരുന്നു. ഇതിന് പിന്നാലെയാണ് EDയും അന്വേഷണം ആരംഭിച്ചത്. കഴിഞ്ഞ ദിവസം ED ഉദ്യോഗസ്ഥർ എത്തുന്നതിന് മുൻപ് കമ്പനി ഉടമകൾ മുങ്ങി. ഇവരെ കണ്ടെത്താൻ നിർദ്ദേശം നൽകാൻ പോലീസിനോട് ED ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഹൈറിച്ചിന്റെ ഹെഡ് ഓഫീസ്, ഉടമകളുടെ 2 വീടുകൾ, തൃശൂരും എറണാകുളം ഇടപ്പള്ളിയിലുമുള്ള ശാഖകൾ എന്നിവിടങ്ങളിലാണ് കഴിഞ്ഞ ദിവസം ED റെയ്ഡ് നടത്തിയത്. വെസ്റ്റ് ഫോർട്ടിലെ ഫിൻസിയർ നിധി ലിമിറ്റഡ്, ഫിൻസിയർ കുറീസ് പ്രൈവറ്റ് ലിമിറ്റഡ് എന്നീ സ്ഥാപനങ്ങളുടെയും ഉടമകളുടെയും പേരിലുള്ള സ്ഥാവര ജംഗമ വസ്തുക്കൾ താൽക്കാലികമായി ജപ്തി ചെയ്യുന്നതിനും വസ്തുവകകളുടെ താൽക്കാലിക ജപ്തി സ്ഥിരമാക്കുന്നതിനും നിയുക്ത കോടതി മുൻപാകെ ഹർജി ഫയൽ ചെയ്യുന്നതിനും ജില്ലാ മജിസ്ട്രേറ്റ് ഉത്തരവിട്ടു. ബഡ്സ് ആക്ട് 2019 നിയമവിരുദ്ധമായി പൊതുജനങ്ങൾക്ക് അമിത പലിശ വാഗ്ദാനം ചെയ്ത് നിക്ഷേപം സ്വീകരിക്കുകയും നിക്ഷേപകർ ആവശ്യപ്പെട്ടിട്ടും പണം തിരികെ നൽകാതെ വഞ്ചനാക്കുറ്റം ചെയ്തതായി ബോധ്യപ്പെട്ടതിൻ്റെയും അടിസ്ഥാനത്തിലാണ് വസ്തുവകകൾ കണ്ടുകെട്ടുന്നത്. ജില്ലയിലെ എല്ലാ സ്ഥാവര ജംഗമ വസ്തുക്കളും തിട്ടപ്പെടുത്തി കണ്ടുകെട്ടുന്നതിനായി സ്ഥാവര സ്വത്തുക്കളുടെ മഹസർ, ലൊക്കേഷൻ, സ്കെച്ച്, തണ്ടപ്പേർ, പകർപ്പ് എന്നിവ ഉൾപ്പെടെ റിപ്പോർട്ട് തഹസിൽദാർമാർ തയ്യാറാക്കും. വനത്തിൽ ഫയർ ലൈൻ ഇടാൻ പോയ പട്ടിക്കാട് ഫോറസ്റ്റ് സ്റ്റേഷനിലെ വാച്ചറേയും സ്ത്രീകൾ ഉൾപ്പെടെയുള്ള സംഘത്തിന്റെയും നേരെ കാട്ടാനയുടെ ആക്രമണം. ഭയന്ന് ചിതറിയോടുന്നതിനിടെ ചിലർക്ക് വീണ് പരിക്കേറ്റു. വനംവകുപ്പിൽ താൽക്കാലിക വാച്ചറായി സേവനമനുഷ്ഠിക്കുന്ന ആൻഡോയെയാണ് കാട്ടാന ആക്രമിച്ചത്. ജോലി ചെയ്യുന്നതിനിടെ കാട്ടാന വാച്ചർക്ക് നേരെ പാഞ്ഞെടുക്കുകയായിരുന്നു. ഉടുമുണ്ടിൽ ആന പിടുത്തമിട്ടു. ഇതേ തുടർന്ന് മുണ്ടഴിച്ച് ആൻഡോ ഓടി രക്ഷപ്പെടുകയായിരുന്നു. ഇതോടെ ഭയന്ന് കൂടെയുണ്ടായിരുന്ന വനിതാ തൊഴിലാളികളും പല വഴിക്ക് ചിതറിയോടി. ഓടുന്നതിനിടെ ചിലർക്ക് വീണ് പരിക്കേറ്റു.
ഉൾവനത്തിലേക്ക് ഓടിക്കയറിയത് മൂലം വഴിതെറ്റിയ വനിതാ തൊഴിലാളികളെ 2 മണിക്കൂറിന് ശേഷമാണ് കണ്ടുകിട്ടിയത്. ഫോറസ്റ്റ് ഉദ്യോഗസ്ഥരായ TK ലോഹിതാക്ഷൻ, KJ ജോമോൻ, ദിലീപ്, വാച്ചർ സുനിൽ തുടങ്ങിയവർ സ്ഥലത്തെത്തി കാട്ടിൽ വഴിതെറ്റിയവരെ തിരിച്ചെത്തിച്ചു. പരിചയസമ്പത്തും ഭാഗ്യവും കൊണ്ടാണ് രക്ഷപ്പെട്ടതെന്ന് ആന്റോ പറഞ്ഞു. റേഷൻ കാർഡിൽ കൃത്രിമം കാണിച്ച് എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ച് വഴി ജോലി നേടി സർക്കാരിനെ വഞ്ചിച്ച സംഭവത്തിൽ 4 പേർക്കെതിരെ കുന്നംകുളം പോലീസ് കേസെടുത്തു. കുന്നംകുളം അട്ടുപൂട്ടി സ്വദേശിനി റീന വർഗീസ്, തിരുവനന്തപുരം നെയ്യാറ്റിങ്കര സ്വദേശികളായ രതീഷ്, വിദ്യ, തിരുവനന്തപുരം എടക്കോട് സ്വദേശി വിമൽ രാജ് എന്നിവർക്കെതിരെയാണ് കേസെടുത്തത്. തിരുവനന്തപുരം ജില്ലക്കാരായ 3 പേരും കേസിലെ 4ാം പ്രതിയും 3 പേരുടെയും ബന്ധുവുമായ റീന വർഗീസിന്റെ റേഷൻ കാർഡിൽ പേരും മേൽവിലാസവും ചേർക്കുകയും തുടർന്ന് തലപ്പള്ളി എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ചിൽ പേര് രജിസ്റ്റർ ചെയ്ത് താൽക്കാലിക ജോലി സമ്പാദിച്ച് തട്ടിപ്പ് നടത്തിയെന്നാണ് കേസ്. തൃശൂർ ജില്ലയിൽ ജോലി ലഭിക്കാൻ അർഹതയില്ലാത്ത പ്രതികൾ വ്യാജ മേൽവിലാസമുണ്ടാക്കി സർക്കാരിന് നഷ്ടം വരുത്തിയതിനെ തുടർന്ന് സംസ്ഥാന പോലീസ് മേധാവി പ്രതികൾക്കെതിരെ നടപടിയെടുക്കാൻ സിറ്റി പോലീസ് കമ്മീഷണർക്ക് നിർദ്ദേശം നൽകിയതിനെ തുടർന്ന് നടത്തിയ അന്വേഷണത്തിലാണ് പ്രതികൾ പിടിയിലായത്. തൃശൂർ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റായി CPIയിലെ VS പ്രിൻസ് ചുമതലയേറ്റു. ജില്ലാ പഞ്ചായത്ത് ഹാളിൽ നടന്ന തെരഞ്ഞെടുപ്പ് നടപടികൾ ജില്ലാ ആസൂത്രണ ഭവൻ ഹാളിലാണ് സത്യപ്രതിജ്ഞാ ചടങ്ങ് നടന്നത്. ജില്ലാ കളക്ടർ VR കൃഷ്ണതേജ സത്യവാചകം ചൊല്ലിക്കൊടുത്തു. അമ്പലൂർ ഡിവിഷനിൽ നിന്നും തെരഞ്ഞെടുക്കപ്പെട്ട VS പ്രിൻസ് ജില്ലാ ആസൂത്രണ സമിതി അംഗമാണ്. ഇടതുമുന്നണി ധാരണപ്രകാരം ആദ്യ ടേമിൽ പ്രസിഡന്റായിരുന്ന CPM പ്രതിനിധി PK ഡേവിസ് രാജിവെച്ചതോടെയാണ് തെരഞ്ഞെടുപ്പ് നടന്നത്. ജില്ലാ പഞ്ചായത്ത് ഹാളിൽ തെരഞ്ഞെടുപ്പ് നടപടിക്രമങ്ങൾക്ക് കളക്ടർ VR കൃഷ്ണതേജ വരണാധികാരിയായിരുന്നു. 29 അംഗ കൗൺസിലിൽ 24 അംഗങ്ങൾ ഇടതുപക്ഷത്തിനും 5 അംഗങ്ങളാണ് UDFനുള്ളത്. കോൺഗ്രസ് അംഗം ജോസഫ് ടാജറ്റ് വോട്ടെടുപ്പിന് എത്താതിരുന്നത് മൂലം പ്രസിഡന്റ് സ്ഥാനത്തേക്ക് മത്സരിച്ച UDF അംഗം ജിമ്മി ചൂണ്ടലിന് 4 വോട്ടാണ് ലഭിച്ചത്. വിവിധ കക്ഷി നേതാക്കളും മുൻ പഞ്ചായത്ത് പ്രസിഡന്റുമാരും പുതിയ പ്രസിഡന്റിനെ അനുമോദിച്ചു. ജില്ലാ ക്ഷീരസംഗമത്തിന് എളനാട് തുടക്കമായി. സംഗമത്തിന് തുടക്കം കുറിച്ച് എളനാട് ക്ഷീരസംഘത്തിൽ പതാക ഉയർത്തി. എളനാട് ക്ഷീരസംഘം പരിസരത്തും ചേലക്കര SMT സ്കൂൾ ഗ്രൗണ്ടിലും 3 ദിവസങ്ങളിലായാണ് സംഗമം നടക്കുന്നത്. ക്ഷീരസമൃദ്ധി സെമിനാർ പഴയന്നൂർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് KM അഷ്റഫ് ഉദ്ഘാടനം ചെയ്തു. ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് P പ്രശാന്തി അധ്യക്ഷയായിരുന്നു. ബ്ലോക്ക് പഞ്ചായത്ത് അംഗം ഗീത രാധാകൃഷ്ണൻ, എളനാട് ക്ഷീരസംഘം വൈസ് പ്രസിഡന്റ് ജൻഷി സാജു എന്നിവർ പങ്കെടുത്തു. സംഗമത്തിൽ കന്നുകാലി പ്രദർശനം, ക്ഷീര സഹകാരികൾക്കും ക്ഷീരസംഘം ജീവനക്കാർക്കുമുള്ള ശില്പശാല, ക്ഷീരസംഘം ജീവനക്കാർക്കുള്ള ഡയറി ക്യൂസ്, വിദ്യാർത്ഥികൾക്കുള്ള മത്സരങ്ങൾ, ഘോഷയാത്ര, ഡയറി എക്സ്പോ, ക്ഷീര കർഷക സെമിനാർ, പൊതുസമ്മേളനം എന്നിവ ഒരുക്കിയിട്ടുണ്ട്. അഴീക്കോട് മുനമ്പം ഫെറിയിൽ ബോട്ട് സർവീസ് ആരംഭിച്ചു. അഴീക്കോട് മുനമ്പം പാലത്തിനായുള്ള തൂണുകളുടെ നിർമ്മാണം പുരോഗമിക്കുന്ന സാഹചര്യത്തിൽ നിലവിലുണ്ടായിരുന്ന ജങ്കാർ സർവീസ് നിർത്തിവെച്ചതിനെ തുടർന്നാണ് ബോട്ട് സർവീസ് ആരംഭിച്ചത്. അഴീക്കോട് ജെട്ടിയിൽ തന്നെയാണ് കടത്ത് ബോട്ട് സർവീസിനായി താൽക്കാലിക പ്ലാറ്റ്ഫോം നിർമ്മിച്ചിട്ടുള്ളത്. തൃശൂർ ജില്ലാ പഞ്ചായത്തിന് കീഴിൽ ജങ്കാർ സർവീസ് നടത്തിവന്നിരുന്ന കരാറുകാരന് തന്നെയാണ് ബോട്ട് സർവീസിന്റെ താൽക്കാലിക നടത്തിപ്പ് ചുമതല. കഴിഞ്ഞ ഡിസംബർ 31 മുതൽ ജങ്കാർ സർവീസ് നിലച്ചതിനെ തുടർന്ന് യാത്രാക്ലേശം രൂക്ഷമായിരുന്നു. ആഴ്ചകൾക്ക് ശേഷമാണ് അഴീക്കോട് മുനമ്പം ഫെറിയിൽ ബദൽ യാത്രാമാർഗം ഒരുക്കിയത്. സഹകരണ മന്ത്രിയുടെ വാഗ്ദാനം നിരസിച്ച് കരുവന്നൂർ സഹകരണ ബാങ്കിലെ നിക്ഷേപകനായ ജോഷി കുടുംബത്തിന്റെ മുഴുവൻ നിക്ഷേപം തിരിച്ചു നൽകാതെ തന്റെ നിക്ഷേപം മാത്രം സ്വീകരിക്കാൻ തയ്യാറല്ലെന്ന് മാപ്രാണ സ്വദേശി വടക്കത്തല ജോഷി പറഞ്ഞു. മാധ്യമങ്ങളിൽ ട്യൂമർ രോഗി കൂടിയായ ജോഷിയുടെ നിക്ഷേപം തിരികെ ലഭിക്കാത്ത അവസ്ഥയെക്കുറിച്ച് വാർത്തകൾ വന്നിരുന്നു. നിക്ഷേപം ലഭിക്കാത്തതിനെ തുടർന്ന് ജീവിതം വഴിമുട്ടിയ ജോഷി തനിക്കും കുടുംബത്തിനും ദയാവധം നടത്താൻ അനുമതി തേടി ഹൈക്കോടതിക്കും മുഖ്യമന്ത്രിക്കും അപേക്ഷയും നൽകിയിരുന്നു. ഇതിനെ തുടർന്നാണ് സഹകരണ മന്ത്രി വാസവൻ ഇടപെട്ട് ജോഷിയുടെ മാത്രം നിക്ഷേപ തുകയായ 23 ലക്ഷം രൂപ തിരികെ നൽകാമെന്ന് അറിയിച്ചത്. എന്നാൽ കണക്കനുസരിച്ച് തനിക്ക് മാത്രം 29 ലക്ഷത്തിലധികം തരാനുണ്ടെന്നും കുടുംബത്തിന്റെ മുഴുവൻ നിക്ഷേപമായ 85 ലക്ഷത്തിലധികം രൂപ മുഴുവനായി തന്നാൽ മാത്രമേ സ്വീകരിക്കൂ എന്നും ജോഷി പറഞ്ഞു. തനിക്ക് ബാങ്കിലുള്ള വിശ്വാസം നഷ്ടപ്പെട്ടതായും ജോഷി പറഞ്ഞു. ഒരു വാർത്ത വന്ന് പറഞ്ഞു എൻ്റെ പേരിൽ 23 ലക്ഷം രൂപയാണുള്ളത്, അത് തിരികെ തരാം മിനിസ്റ്റർ പറഞ്ഞിട്ടുണ്ടെന്ന്. അത് എന്തായാലും എനിക്ക് സ്വീകാര്യമായിരുന്നില്ല. എന്ന് വെച്ചാൽ എൻ്റെ കുടുംബ ബന്ധങ്ങൾ മുഴുവൻ താറുമാറാക്കിയ പണമുണ്ട്, സഹോദരിയുടെ പൈസ, അമ്മയുടെ പൈസ ഇല്ല, അതൊന്നും കൊടുക്കില്ല, അതും പിടിച്ചു വയ്ക്കും. ഇനി നിന്നെ കണ്ടോളാം എന്നുള്ള സാധനമാണ് അത് കാണിച്ചു വെക്കണം. ഇവരങ്ങനെ ചെയ്യണ്ട. എനിക്ക് അവർ ഒരു രൂപയ്ക്ക് വിശ്വാസമില്ല. കുടുംബത്തിൻ്റെ മൊത്തം പണം തിരിച്ചു തരിക, വിശ്വാസം ആദ്യം വീണ്ടെടുക്കട്ടെ. അപ്പോൾ കയ്യിലുണ്ടെങ്കിൽ എനിക്കും കൂടി തോന്നുകയാണെങ്കിൽ കൊടുക്കാം.
ഹാഷിഷ് ഓയിലും കഞ്ചാവുമായി 2 യുവാക്കളെ ഗുരുവായൂർ ടെമ്പിൾ പോലീസ് അറസ്റ്റ് ചെയ്തു. കരിക്കാട് തിപ്പലശ്ശേരി സ്വദേശി താഴിശ്ശേരി വീട്ടിൽ വൈഷ്ണവ്, മുതുവട്ടൂർ കൈപ്പട വീട്ടിൽ വിഷ്ണു എന്നിവരെയാണ് ടെമ്പിൾ SI IS ബാലചന്ദ്രന്റെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘം അറസ്റ്റ് ചെയ്തത്. തൃശൂർ സിറ്റി ജില്ലാ പോലീസ് മേധാവിയുടെ കീഴിലുള്ള ലഹരി വിരുദ്ധ സ്ക്വാഡിന്റെ സഹായത്തോടെ പൂരപ്പറമ്പിൽ നിന്നാണ് ഇരുവരും പിടിയിലായത്. ഇവരിൽ നിന്ന് 12.2 ഗ്രാം ഹാഷിഷ് ഓയിലും 1.3 ഗ്രാം കഞ്ചാവും പോലീസ് കണ്ടെടുത്തു. അനിയത്തിയുടെ മുഖം ഇതുവരെ കണ്ടിട്ടില്ലെങ്കിലും ഏട്ടൻ അവൾക്ക് അഭിമുഖമായിരുന്ന് പറഞ്ഞെഴുതിച്ച കഥ ദൃശ്യാവിഷ്കാരമായി. കാഴ്ചയില്ലാത്തവരുടെ കണ്ണായ വൈറ്റ് കെയിൻ എന്ന പേരിലാണ് സ്വന്തം അനുഭവങ്ങൾ കൂടി ചേർത്ത് വെച്ച് വിഷ്ണു സുനിൽ ഹൃദയം കൊണ്ടെഴുതിയത്. വിഷ്ണു ബ്രെയിൻ ലിപിയിൽ എഴുതിയ ശേഷം സഹോദരി വിസ്മയാക്കി പറഞ്ഞുകൊടുത്താണ് കഥ അക്ഷരരൂപത്തിലാക്കിയത്. കാഴ്ചയില്ലാത്തവർ നേരിടുന്ന പ്രശ്നങ്ങളും വെല്ലുവിളികളും തരണം ചെയ്ത് ജില്ലാ കളക്ടർ പദവിയിലേക്ക് എത്തുന്നതിനുള്ള മാർഗങ്ങളാണ് കഥയുടെ വിഷയം. 17 മിനിറ്റ് ദൈർഘ്യമുള്ള ഈ ഹ്രസ്വചിത്രത്തിന്റെ തിരക്കഥ PK കൃഷ്ണൻകുട്ടിയും സംവിധാനം KR നാരായണൻകുട്ടിയും ക്യാമറ ഗിരീഷ് കുഴൂരും നിർവഹിച്ചു. വിഷ്ണുവിന്റെ സഹോദരിയും അച്ഛൻ സുനിലും അമ്മ ബിന്ദുവും അഭിനയിച്ചിട്ടുണ്ട്. എന്താ മോളെ? എന്റെ ഭഗവതി, ചതിച്ചോ മോളെ? എവിടെയാവത്? എന്താ മോളെ അവനെ ശ്രദ്ധിക്കാഞ്ഞേ? മോനെ സംസം, മോനെ പേടിക്കണ്ടാട്ടോ, രാമേട്ടനൂടെ ഉണ്ട്. പേടിക്കണ്ട, പേടിക്കണ്ട, എല്ലാവരും ഇവിടെ ഉണ്ട് മോനെ. കേട്ടോ, ഏട്ടന്റെ കൺമണി, വാത്സല്യ താരാട്ട് എന്നീ പേരുകളിൽ വിഷ്ണു സഹോദരിക്ക് വേണ്ടി സംഗീത ആൽബം ഒരുക്കിയിട്ടുണ്ട്. കാഴ്ച പരിമിതരായിട്ടുള്ള ആളുകൾ, അവരെ സമൂഹത്തിൽ അവർ ജീവിക്കുന്ന സാഹചര്യമൊക്കെയാണ് ഇതിൽ ഞങ്ങൾ പരാമർശിക്കുന്നത്. ഇതൊരു വലിയ ടീം വർക്കാണ്. ഞങ്ങൾ കുറേ പേര് ഇതിൽ അഭിനയിച്ചിട്ടുണ്ട്. ആലുവ കീഴ്മാട് ബ്ലൈൻഡ് സ്കൂളിൽ 7ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ സംസ്ഥാന തലത്തിൽ പ്രസംഗ മത്സരത്തിൽ 1ാം സ്ഥാനം ലഭിച്ചിട്ടുണ്ട്. MA ചരിത്രം പാസ്സായ ശേഷം ഇരിങ്ങാലക്കുട SNTTIയിൽ TTC 1ാം വർഷ വിദ്യാർത്ഥിയായ വിഷ്ണു നെറ്റ് പരീക്ഷയ്ക്കുള്ള പരിശീലനത്തിലാണ്. സഹോദരി വിസ്മയ ഇരിങ്ങാലക്കുട ക്രൈസ്റ്റ് കോളേജിൽ 1ാം വർഷ ബിരുദ വിദ്യാർത്ഥിനിയാണ്. ജന്മനാ കാഴ്ചയില്ലാത്ത മഠത്തുംപടി ചെന്തുരുത്തി വീട്ടിൽ വിഷ്ണു പാട്ടെഴുത്ത്, ആലാപനം, മിമിക്രി, പ്രസംഗം, കീബോർഡ് എന്നിവയിൽ മികവ് പ്രകടിപ്പിച്ചതിന്റെ ആത്മവിശ്വാസത്തിലാണ് സ്വന്തം കഥയുടെ ദൃശ്യാവിഷ്കാരത്തിൽ അഭിനയത്തിലേക്കും കടന്നത്. TCV മാള. ചാവക്കാട് താലൂക്ക് ആശുപത്രിയിൽ കുത്തിവയ്പ്പിനെ തുടർന്ന് 7 വയസ്സുകാരന് ഇടതുകാലിന് തളർച്ചയുണ്ടായ സംഭവത്തിൽ നഗരസഭാ കൗൺസിൽ യോഗത്തിൽ തർക്കം. കുത്തിവയ്പ്പെടുത്ത നഴ്സിനെതിരെ നടപടി ആവശ്യപ്പെട്ട UDF കൗൺസിലർ KV സത്താർ കൊണ്ടുവന്ന അടിയന്തര പ്രമേയം അനുവദിക്കാത്തതിനെതിരെ ആയിരുന്നു ബഹളം. ഇക്കാര്യത്തിൽ കൗൺസിൽ ഒറ്റക്കെട്ടായി കുട്ടിക്കൊപ്പം നിൽക്കണമെന്നും കുറ്റക്കാരെ സംരക്ഷിക്കുന്നത് സർക്കാരിന്റെ ശ്രദ്ധയിൽ കൊണ്ടുവരണമെന്നും KV സത്താർ ആവശ്യപ്പെട്ടു. കുട്ടിയുടെ ചികിത്സാ ചെലവുമായി ബന്ധപ്പെട്ട് കുടുംബത്തിന് നേരിടേണ്ടി വരുന്ന സാമ്പത്തിക ബാധ്യത ഏറ്റെടുക്കാൻ സർക്കാർ തയ്യാറാകണമെന്നും KV സത്താർ ആവശ്യപ്പെട്ടു. അതേസമയം കുട്ടിയുടെ ചികിത്സയ്ക്ക് ആവശ്യമായ എല്ലാ കാര്യങ്ങളും നഗരസഭയും സർക്കാരും നൽകി വരുന്നുണ്ടെന്നും കുറ്റക്കാർക്കെതിരെ ശക്തമായ നടപടി വേണമെന്നതാണ് നഗരസഭയുടെയും ആവശ്യമെന്നും ചെയർപേഴ്സൺ ഷീജ പ്രശാന്ത് പറഞ്ഞു. കേരള സാഹിത്യ അക്കാദമിയുടെയും VKN സ്മാരക സമിതിയുടെയും നേതൃത്വത്തിൽ VKN അനുസ്മരണം സംഘടിപ്പിച്ചു. തിരുവില്ലാമലയിലെ VKN വസതിയിലെ അദ്ദേഹത്തിന്റെ ഛായാചിത്രത്തിൽ മകൾ രഞ്ജന കൃഷ്ണകുമാർ ഭദ്രദീപം കൊളുത്തി. ഡോക്ടർ മിനി പ്രസാദ് അനുസ്മരണ യോഗം ഉദ്ഘാടനം ചെയ്തു. സാഹിത്യ അക്കാദമി സെക്രട്ടറി CP അബൂബക്കർ അധ്യക്ഷനായിരുന്നു. പളയന്നൂർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് KM അഷ്റഫ്, തിരുവില്ലാമല പഞ്ചായത്ത് പ്രസിഡന്റ് K പത്മജ, VKN സ്മാരക സമിതി സെക്രട്ടറി KR മനോജ് കുമാർ, VKK രമേശ്, ബ്ലോക്ക് പഞ്ചായത്ത് അംഗം സിന്ധു സുരേഷ് എന്നിവർ അനുസ്മരണ യോഗത്തിൽ പങ്കെടുത്തു. കണിപ്പയ്യൂർ പെൻകോ മാർബിൾസ് ആൻഡ് ഗ്രാനൈറ്റ്സ് സ്ഥാപനത്തിൽ നിന്നും 22 ലക്ഷം രൂപ തട്ടിയെന്ന സ്ഥാപന ഉടമയുടെ പരാതിയിൽ ജീവനക്കാരനെതിരെ കുന്നംകുളം പോലീസ് കേസെടുത്തു. കണിപ്പയ്യൂർ സ്വദേശി കിഷോറിനെതിരെയാണ് കുന്നംകുളം സബ് ഇൻസ്പെക്ടർ മഹേഷ് കേസ് രജിസ്റ്റർ ചെയ്തത്. സ്ഥാപനത്തിലെ ജീവനക്കാരനായ കിഷോർ 2022 ഏപ്രിൽ മുതൽ 2023 ഒക്ടോബർ വരെ സ്ഥാപനത്തിലെ വസ്തുക്കൾ വിൽപ്പന നടത്തി കിട്ടിയ 22 ലക്ഷത്തോളം രൂപ സ്ഥാപനത്തിൽ നൽകാതെ സ്വന്തം ആവശ്യങ്ങൾക്കായി ഉപയോഗിച്ചുവെന്നാണ് പരാതി. കുരുന്ന് വിദ്യാർത്ഥികളിൽ പരിസ്ഥിതി സ്നേഹം പകർന്ന പ്രധാനാധ്യാപകൻ വിരമിക്കുമ്പോൾ സ്കൂളിനായി സമ്മാനിച്ചത് മനോഹരമായ പരിസ്ഥിതി പഠനമുറി. ദേശീയ അധ്യാപക അവാർഡ് ജേതാവ് കൂടിയായ തൃത്തല്ലൂർ UP സ്കൂളിലെ KS ദീപനാണ് വിരമിക്കുന്ന വേളയിൽ സ്കൂളിനായി പരിസ്ഥിതി പഠനമുറി സമ്മാനിച്ചത്. കുട്ടികളെ പ്രകൃതി പരിസ്ഥിതി സ്നേഹത്തിന്റെ വഴിയിലേക്ക് അവരറിയാതെ കൂട്ടിക്കൊണ്ടു പോകുന്നതിൽ KS ദീപൻ എന്ന അധ്യാപകൻ വഹിച്ച പങ്ക് സംസ്ഥാനമൊട്ടാകെ മാതൃകയാണ്.
കുട്ടികൾക്ക് മുന്നിൽ പ്രകൃതിയുടെ കൂട്ടുകാരൻ എന്ന പേരിലാണ് ദീപൻ മാഷ് അറിയപ്പെടുന്നത്. ഇതിനകം ഒട്ടേറെ നൂതന ആശയങ്ങൾക്ക് തൃത്തല്ലൂർ UP സ്കൂൾ വിദ്യാർത്ഥികളിലൂടെ തുടക്കമിടാൻ KS ദീപൻ എന്ന അധ്യാപകന് കഴിഞ്ഞു. ഈ അധ്യയന വർഷം അധ്യാപക സേവനത്തിൽ നിന്ന് വിരമിക്കുമ്പോൾ കുട്ടികളിൽ താൻ തുടക്കമിട്ട പരിസ്ഥിതി സ്നേഹ സന്ദേശമുള്ള പഠനമുറി സമ്മാനിക്കുകയായിരുന്നു ലക്ഷ്യം. സംസ്ഥാനത്തെ സ്കൂളുകളിൽ ഇത്തരത്തിൽ ആദ്യത്തെ പഠനമുറിയാണ് തൃത്തല്ലൂർ UP സ്കൂളിൽ KS ദീപൻ ഒരുക്കിയ പരിസ്ഥിതി പഠനമുറി. സ്കൂൾ അങ്കണത്തിൽ കഴിഞ്ഞ ഏതാനും വർഷങ്ങൾക്കുള്ളിൽ സൃഷ്ടിച്ചെടുത്ത ഔഷധ കാടിന് സമീപത്താണ് ദീപൻ മാഷ് പുതിയ പരിസ്ഥിതി പഠനമുറി ഒരുക്കിയത്. കുരുന്നു വിദ്യാർത്ഥികളിൽ പരിസ്ഥിതി സ്നേഹം വളർത്തുന്ന മനോഹരമായ ചിത്രങ്ങൾ പഠനമുറിക്കായി വരച്ചെടുത്തത് ആർട്ടിസ്റ്റ് വിനയനാണ്. പരിസ്ഥിതി പഠനമുറിയുടെ സമർപ്പണം TN പ്രതാപൻ MP നിർവഹിച്ചു. പ്രധാനാധ്യാപിക KG റാണി, PTA പ്രസിഡന്റ് AA ജാഫർ തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്തു. സ്കൂൾ ഔഷധത്തോട്ടം, ഹരിത ക്ലാസ് മുറി, സ്കൂൾ അസംബ്ലിക്കായി ജൈവ പന്തൽ, പരിസ്ഥിതി സംരക്ഷണത്തിന് കുട്ടികളുടെ ഗ്രീൻ പോലീസ് തുടങ്ങിയവ ദീപൻ മാഷ് സ്കൂളിനായി നൽകിയ സംഭാവനകളിൽ ശ്രദ്ധേയമാണ്. ദീപൻ മാഷുടെ അധ്യാപക പ്രൊജക്ടുകൾ സംസ്ഥാന ദേശീയ അംഗീകാരങ്ങൾ നേടിയിട്ടുണ്ട്. TCV തൃപ്രയാർ. ന്യൂ ലേബർ പാർട്ടി NDA ഘടകകക്ഷി പ്രഖ്യാപന സമ്മേളനവും റാലിയും തൃശൂരിൽ നടന്നു. BJP സംസ്ഥാന വൈസ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് B ഗോപാലകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു. പാർട്ടി സംസ്ഥാന പ്രസിഡന്റ് ഡോക്ടർ BK അശോക് കുമാർ അധ്യക്ഷനായിരുന്നു. ദേശീയ പ്രസിഡന്റ് VK വിക്രമൻ, സംസ്ഥാന ജനറൽ സെക്രട്ടറിമാരായ വിഷ്ണു വിക്രം, IK വിജയ്നാഥ്, KV ശിവൻ തുടങ്ങിയവർ സംസാരിച്ചു. കേരള സാഹിത്യ അക്കാദമിയുടെ ആഭിമുഖ്യത്തിൽ സംഘടിപ്പിക്കുന്ന പ്രഥമ സർവ്വദേശീയ സാഹിത്യോത്സവത്തിന് ഞായറാഴ്ച സാംസ്കാരിക നഗരിയിൽ തിരിതെളിയും. 7 ദിവസങ്ങളിലായി നടക്കുന്ന സാഹിത്യോത്സവം ഞായറാഴ്ച വൈകിട്ട് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉദ്ഘാടനം ചെയ്യും. സാഹിത്യ അക്കാദമിയിലും ടൗൺ ഹാളിലുമായി പ്രകൃതി, മൊഴി, പൊരുൾ, അറിവ് എന്നിങ്ങനെ നാമകരണം ചെയ്ത 4 വേദികളിലായിട്ടാണ് സാഹിത്യോത്സവം അരങ്ങേറുന്നത്. 100-ലേറെ സെഷനുകളിലായി 500ഓളം എഴുത്തുകാരും ചിന്തകരും സാമൂഹ്യ പ്രവർത്തകരും പങ്കെടുക്കും. ഇതേ ദിവസങ്ങളിൽ ടൗൺ ഹാൾ അങ്കണത്തിൽ അക്കാദമിയുടെ പുസ്തകോത്സവവും നടക്കുമെന്ന് ഭാരവാഹികൾ അറിയിച്ചു. അക്കാദമി പ്രസിഡന്റ് K സച്ചിദാനന്ദൻ, അക്കാദമി സെക്രട്ടറി CP അബൂബക്കർ തുടങ്ങിയവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. വെള്ളിയാഴ്ച നടക്കുന്ന കൂർക്കഞ്ചേരി ശ്രീ മാഹേശ്വര ക്ഷേത്രത്തിലെ തൈപ്പൂയ ആഘോഷങ്ങളുടെ ഭാഗമായി വടൂക്കര സ്വദേശി വിജീഷ് നിർമ്മിച്ച ബഹുനില കാവടി ശ്രദ്ധേയമാകുന്നു. വടൂക്കര പടിഞ്ഞാട്ടുമുറി സമുദായത്തിന് വേണ്ടിയാണ് വിജീഷ് കാവടി ഒരുക്കിയത്. കടലാസ് പൂക്കൾക്ക് പകരം വെട്ടിത്തിളങ്ങുന്ന ഫൈബർ ഗ്ലാസിലാണ് കാവടിയുടെ നിർമ്മാണം. അതുകൊണ്ട് തന്നെ സാധാരണ കാവടികളെക്കാൾ ഇരട്ടി തൂക്കം വരുന്നതാണ് ഈ ഫൈബർ ഗ്ലാസ് കാവടി. കുട്ടിഞ്ചേരി അമ്പലത്തിൽ പൂക്കാവടിയാണ് കൂടുതലും വരാറ്. നമ്മളൊരു വെറൈറ്റിയാണ് ഉദ്ദേശിക്കുന്നത്. ഒരു വ്യത്യസ്തമായൊരു കാവടി നമ്മൾ കൊണ്ടുവരാം എന്നുള്ളൊരു ആശയമാണ്. ഇതിലിപ്പോൾ വന്നിട്ടുള്ളത് ഒറിജിനൽ ഗ്ലാസ്സും ഉണ്ട്, ഫൈബർ ഗ്ലാസ്സും ഉണ്ട്. അതാണ് ഇതിൻ്റെ ഒരു ഹൈലൈറ്റ്സ്. 16 അടി ഉയരമുള്ള ഈ കാവടിക്ക് 150 കിലോയോളം ഭാരമുണ്ട്. വിജീഷ് അമ്മനത്തും സുഹൃത്തുക്കളും ചേർന്ന് ഏറെ നാളത്തെ പരിശ്രമ ഫലമായാണ് ഈ ബഹുവർണ്ണ ഫൈബർ ഗ്ലാസ് കാവടി നിർമ്മിച്ചത്. പകൽ രാത്രി കാവടികളിൽ വടൂക്കര ദേശത്തിന്റെ അഭിമാനമായി നിരത്ത് കീഴടക്കാൻ കാത്തിരിക്കുകയാണ് വിജിത്തിന്റെ ഈ കരവിരുത്. TCV തൃശൂർ. ജപ്പാൻ കരാട്ടെ അസോസിയേഷൻ തൃശൂരിന്റെ ആഭിമുഖ്യത്തിൽ 10ാമത് സംസ്ഥാന പരിശീലന ക്യാമ്പ് തൃശൂരിൽ VKN മേനോൻ ഇൻഡോർ സ്റ്റേഡിയത്തിൽ സംഘടിപ്പിച്ചു. കോർപ്പറേഷൻ ആരോഗ്യകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ PK ഷാജൻ ക്യാമ്പിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു. ജപ്പാൻ കരാട്ടെ അസോസിയേഷൻ വേൾഡ് ഫെഡറേഷൻ ഇന്ത്യ ചെയർമാൻ സോമനാഥ് പാൽ ചൗധരി സെൻസായി അധ്യക്ഷനായിരുന്നു. ഗസ്റ്റ് ഇൻസ്ട്രക്ടർ ഓൾ ജപ്പാൻ കരാട്ടെ ചാമ്പ്യൻ കൈഷി ഹക്കി സുമി സെൻസായി ക്യാമ്പിന് നേതൃത്വം നൽകി. കേരള ചീഫ് ഇൻസ്ട്രക്ടർ ജിബിൻ ലാൽ, സെക്രട്ടറി ലിജോ T ജേക്കബ്, ശ്രീനാരായണൻ തുടങ്ങിയവർ സംസാരിച്ചു. വാണിജ്യം. മാനുഫാക്ചറിംഗ് ആൻഡ് ഹോൾസെയിൽ രംഗത്ത് 40 വർഷത്തെ പ്രവർത്തന പാരമ്പര്യമുള്ള ഷൈൻ ജ്വല്ലറിയുടെ നവീകരിച്ച ഷോറൂം തൃശൂർ കൂർക്കഞ്ചേരിയിൽ പ്രവർത്തനം ആരംഭിച്ചു. ഏറ്റവും പുതിയ ഫാഷനിൽ സൂക്ഷ്മമായി രൂപകൽപ്പന ചെയ്യുന്ന 916 HUID ഹോൾമാർക്കഡ് ലൈറ്റ് വെയ്റ്റ് ആഭരണങ്ങളുടെ ബൃഹത് ശേഖരവുമായി നവീകരിച്ച
കൂർക്കഞ്ചേരി ശിവക്ഷേത്രത്തിന് എതിർവശത്തെ ഷോറൂം ജ്വല്ലറി സ്ഥാപകൻ പരേതനായ VA ഷൺമുഖൻ മാസ്റ്ററുടെ സഹധർമ്മിണി രാധാ ഷൺമുഖൻ ഉദ്ഘാടനം ചെയ്തു. കൂർക്കഞ്ചേരി ശ്രീ മഹേശ്വര ക്ഷേത്രം മേൽശാന്തി VK രമേശ് ഭദ്രദീപം തെളിയിച്ചു. വ്യാപാരി വ്യവസായ ഏകോപന സമിതി ജില്ലാ ജനറൽ സെക്രട്ടറി NR വിനോദ് കുമാർ ആദ്യ വിൽപ്പനയും ഉദ്ഘാടനത്തോടനുബന്ധിച്ച് നടത്തിയ ലക്കി ഡ്രോ നറുക്കെടുപ്പ് വിജയികളെയും തെരഞ്ഞെടുത്തു. കൗൺസിലർമാരായ മുകേഷ് കൂളപ്പറമ്പിൽ, ജയപ്രകാശ് പൂവത്തിങ്കൽ, വിനോദ് പൊള്ളാഞ്ചേരി, രാഹുൽ നാഥ്, SNBP യോഗം പ്രസിഡന്റ് ബിനേഷ് തയ്യിൽ, ജ്വല്ലറി മാനേജിംഗ് പാർട്ണർ നിജു വെണ്ണിക്കൽ, ബന്ധുമിത്രാദികൾ തുടങ്ങിയവർ സന്നിഹിതരായി. ഉദ്ഘാടന ദിനത്തിൽ ഷോറൂം സന്ദർശിച്ചവരിൽ നിന്നും നറുക്കെടുപ്പിലൂടെ തിരഞ്ഞെടുക്കപ്പെട്ട 10 പേർക്ക് സ്വർണ്ണ നാണയം സമ്മാനമായി നൽകി. കൂടാതെ എല്ലാ മാസവും നറുക്കെടുപ്പിലൂടെ 1000 പേർക്ക് ഗൃഹോപകരണങ്ങളും എല്ലാ പർച്ചേസിന് ഉറപ്പായ സമ്മാനങ്ങളും ഷോറൂം നൽകുന്നു. ലൈറ്റ് വെയ്റ്റ് സിൽവർ, ഗോൾഡ്, ഡയമണ്ട് ആഭരണങ്ങളും ബെർത്ത് സ്റ്റോൺസ്, ഡയമണ്ട് ഫിനിഷിംഗ് ഓർണമെന്റ്സ്, നവരത്ന ആഭരണങ്ങൾ എന്നിവയുടെ വിപുലമായ ശേഖരവും ഷോറൂമിൽ സജ്ജമാക്കിയിട്ടുണ്ട്. പ്രധാന വാർത്തകൾ വീണ്ടും. 75ാം റിപ്പബ്ലിക് ദിനാഘോഷത്തിനൊരുങ്ങി രാജ്യം. ജില്ലാതല റിപ്പബ്ലിക് ദിനാഘോഷ പരിപാടികൾ തേക്കിൻകാട് മൈതാനിയിൽ നടക്കും. കൊടുങ്ങല്ലൂർ ഡിവൈഎസ്പി സലീഷൻ ശങ്കറിന് സുത്യർഗ സേവനത്തിനുള്ള രാഷ്ട്രപതിയുടെ പോലീസ് മെഡൽ. ശ്രീരാമനെ കുറിച്ചുള്ള MLA P. ബാലചന്ദ്രന്റെ ഫേസ്ബുക്ക് പോസ്റ്റ് വിവാദമായി. മണിക്കൂറുകൾക്കകം പോസ്റ്റ് പിൻവലിച്ചു MLAയുടെ പ്രസ്താവന പാർട്ടി നിലപാടല്ലെന്ന് CPI ജില്ലാ സെക്രട്ടറി KK വത്സരാജ്. MLAയുടെ തൃശൂരിലെ ഓഫീസിലേക്ക് BJP പ്രവർത്തകർ നടത്തിയ മാർച്ചിൽ സംഘർഷം. ഹൈറിച്ച് ഓൺലൈൻ ഷോപ്പിംഗ് തട്ടിപ്പ്. ഉടമകളുടെ 203 കോടി രൂപയുടെ സ്വത്ത് മരവിപ്പിച്ചു. പ്രതികളുടെ മുൻകൂർ ജാമ്യാപേക്ഷ പരിഗണിക്കുന്നത് ഈ മാസം 30ലേക്ക് മാറ്റി. പട്ടിക്കാട് ഫോറസ്റ്റ് സ്റ്റേഷനിലെ വാച്ചർക്കും വനിതാ തൊഴിലാളികൾക്കും നേരെ കാട്ടാനയുടെ പരാക്രമം. വാച്ചർ രക്ഷപ്പെട്ടത് തലനാരിടയ്ക്ക്. ചിതറിയോടുന്നതിനിടെ തൊഴിലാളികൾക്ക് വീണ് പരിക്കേറ്റു. റേഷൻ കാർഡിൽ കൃത്രിമം കാണിച്ച് എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ച് വഴി ജോലി നേടി സർക്കാരിനെ വഞ്ചിച്ച സംഭവത്തിൽ 4 പേർക്കെതിരെ കുന്നംകുളം പോലീസ് കേസെടുത്തു. അറസ്റ്റിലായത് കുന്നംകുളം, തിരുവനന്തപുരം സ്വദേശികൾ. ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.